അങ്ങനെ ഫുട്ബോൾ ലോകകപ്പ് മത്സരം പ്രമാണിച്ച് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം അവധി കൊടുത്തിരിക്കുകയാണ്. വളരെ നല്ല അഭിപ്രായമാണ് എനിക്കുള്ളത്. പക്ഷേ മറ്റൊരു അഭിപ്രായങ്ങൾ എനിക്കുണ്ട്. നമ്മൾ ഈ അവധി കൊടുത്തുകൊണ്ടിരുന്നിട്ട് എന്ത് കാര്യം എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതായത് അവധി കൊടുക്കുന്നത് എന്തിനാണെന്നൊരു ചോദ്യം. അവധി കൊടുക്കുന്നത് എന്തിനാ? അത്രയും സ്പോർട്സിനെ അല്ലെങ്കിൽ ഫുട്ബോളിനെ പ്രേമിക്കുന്ന കുട്ടികൾ ഇവിടെ ഉള്ളത് കൊണ്ടല്ലേ അവധി കൊടുത്തത്, അല്ലേ? നോട്ട് ദി പോയിന്റ്. അപ്പം ഈ അവധി കൊടുത്തുകൊണ്ടിരുന്നിട്ട് മാത്രം കാര്യമുണ്ടോ? കാരണം ഇത്രയും ഫുട്ബോളിനെ സ്നേഹിക്കുകയും ഇത്രയും സ്പോർട്സിനെ സ്നേഹിക്കുകയും ചെയ്യുന്ന കുട്ടികൾ ഇവിടെ ഉണ്ടെങ്കിൽ അവരെ ചെറുപ്പം തൊട്ടേ അവരെ പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തം കൂടി ഇല്ലേ നമ്മുടെ ഗവൺമെൻറ്റിന്? ഞാനിത് പറയുവാണെങ്കിൽ ഇത് മൊത്തത്തിലൊരു പ്രശ്നമാണ്. ഇന്ത്യ മൊത്തത്തിലൊരു പ്രശ്നമാണ് ഈ ഫുട്ബോൾ കളി, പ്രത്യേകിച്ച് ഫുട്ബോൾ കളിയെ സംബന്ധിച്ച്. നമ്മുടെ ഫുട്ബോൾ കളിയിൽ നമ്മുടെ പ്രാതിനിധ്യം കുറവാണല്ലോ. കുറവെന്നല്ല വേണം, ഇല്ലെന്ന് തന്നെ പറയാം. ലോകകപ്പുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോഴത്തേക്ക് ആണെങ്കിൽ ഇല്ലെന്ന് തന്നെ പറയാം. അപ്പം മറ്റു രാജ്യങ്ങളൊക്കെ കുട്ടികളെ ചെറുപ്പം തൊട്ടേ ഇങ്ങനെ ഫുട്ബോളിനോടൊക്കെ സ്നേഹമുള്ള അല്ലെങ്കിൽ മറ്റേത് സ്പോർട്സിനോട് അതുപോലെ താല്പര്യമുള്ള പിള്ളേരെ പ്രോത്സാഹിപ്പിച്ചു വിടും. ഇപ്പം ഇവിടെ സംസാരിക്കാൻ പോകുന്നത് കേരളത്തിൽ നിന്നാണ്. കാരണം കേരളമാണല്ലോ അവധി കൊടുത്തിരിക്കുന്നത്. അപ്പം ഇവിടെ നിന്ന് നമുക്ക് പറയാം. അപ്പോൾ ഫുട്ബോൾ കളി അത്ര ആരാധിക്കുന്ന കുട്ടികൾ ഇവിടെ ഉണ്ടെങ്കിൽ അവരെ പ്രോത്സാഹിപ്പിച്ച് വിടുകയല്ലേ പ്രധാനമായിട്ടും ചെയ്യേണ്ടത്, അല്ലേ? അല്ലാതെ കൊണ്ടൊരു ഫുട്ബോൾ ഫൈനൽ മത്സരം പിറ്റേ ദിവസം അവധി കൊടുത്തു, ഓഹോ നല്ല കാര്യം. ഇങ്ങനെ അവധി കൊടുത്തുകൊണ്ടിരുന്നിട്ട് മാത്രം കാര്യമുണ്ടോ? അപ്പോൾ അത്രയും ഫുട്ബോളിനെ സ്നേഹിക്കുന്ന കുട്ടികൾ ഇവിടെ ഉണ്ടെങ്കിൽ അവർക്ക് അവധി മാത്രം കൊടുക്കാതെ അവരെ പ്രോത്സാഹിപ്പിക്കേണ്ട കടമ കൂടി ഈ വിദ്യാഭ്യാസ വകുപ്പിനുണ്ടല്ലോ. അതായത് നമ്മൾ ഇന്ത്യക്ക് തന്നെ ഒരു മാതൃകയാക്കണം, മനസ്സിലായോ? അവധി കൊടുത്തു തന്നെ നമ്മൾ ഇന്ത്യക്ക് ഒരു മാതൃകയായിട്ടുണ്ട്. കാരണം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലാണല്ലോ ഫുട്ബോൾ ലോകകപ്പ് പ്രമാണിച്ച് അവധി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഇന്ത്യക്ക് ഒരു മാതൃകയാണ്. അപ്പോൾ നമ്മൾ ഇനി സ്പോർട്സ് പരമായിട്ടും നമ്മൾ ഇന്ത്യക്ക് ഒരു മാതൃകയാകണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം, അല്ലേ?